പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ പുതു ഞായറിൻ്റെ മംഗളങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ താമരശ്ശേരി രൂപതയിലെ ചെമ്പനോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട്, അതായത് ഞാൻ LKG പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് കാലിന് വേദന തുടങ്ങിയിരുന്നു. അതായത് 12 വർഷമായി കാലിന് വേദന അല്ലേ? പെരുവിരൽ തൊട്ട് താടിയല് വരെ കയറി വരുമായിരുന്നു വേദന. അപ്പം നിൽക്കാനൊന്നും പറ്റില്ല? ഇല്ല, നിൽക്കാൻ പറ്റത്തില്ല. വേദന വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ബെഡേ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കണേ തന്നെ അമ്മ വാരി തരും. പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കാലിന് വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരം നമ്മുടെ ചില വേദനയുണ്ടല്ലോ, അതുപോലത്തെ വേദന അല്ല ഇത്. ഇത് ശരിക്കുള്ള വേദന അല്ലേ? പിന്നെ നിൽക്കാനും പറ്റില്ല, നടക്കാൻ പറ്റില്ല, പിന്നെ കിടപ്പോട് കിടപ്പ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ അടുത്ത് കൊണ്ടുപോയി വാരി കൊടുക്കുന്ന അതുപോലെ അതികഠിനമായ വേദന സഹിക്കുകയായിരുന്നു. 5 മിനിറ്റ് കൂടുതൽ നിൽക്കാനോ ഒരു കുറച്ച് ദൂരം നടക്കാനോ കയറ്റമൊന്നും കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇവിടെ വന്ന് മല കയറാൻ വേണ്ടി തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അമ്മേനെ ചേച്ചിനെ കൈ പിടിച്ചാണ് കയറിയത്. അവിടെ നിന്ന് താമരശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഇതൊക്കെ കയറാൻ ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും ശരി, രണ്ടുപേരെ അമ്മയുടെയും ചേച്ചീൻ്റെ കൈയെല്ലാം പിടിച്ച് ഇങ്ങനെ 90-95 വയസ്സുള്ള ഒരാൾ തപ്പി പിടിച്ച് കയറണ പോലെയാണ് കയറിയില്ലേ? അത്രയും കഷ്ടപ്പെട്ട് കാലൊക്കെ വലിച്ച് വെച്ച് അപ്പനും അമ്മ അല്ല മറ്റൊരു രണ്ടുപേരും കൂടെ വലിച്ച് പതുക്കെ ഈ മലയുടെ മുകളിൽ എന്നിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനോടും പ്രാർത്ഥിച്ചു. കൽക്കുരിശയിൽ എന്നിട്ട് 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നു. ഇവിടെ അഭിഷേക പ്രാർത്ഥന പങ്കെടുത്തപ്പം അച്ഛന് സ്തുതിപ്പിനിടയ്ക്ക് പറഞ്ഞായിരുന്നു, ശാരീരിക വേദന മൂലം പഠിക്കാനും മറ്റും ബുദ്ധിപ്പെടുന്ന ഒരു കൊച്ചിനെ ഈശോ തൊടുന്നുണ്ടെന്ന്. അന്നേരം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ സുഖപ്പെടുത്തണം, എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷ എടുത്തു, SSLC ആണ്, ഒന്നും പഠിച്ചിട്ടില്ല, തോറ്റിട്ടുണ്ടെങ്കിൽ വലിയ നാണക്കേടാണ്. ഈശോയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ദേഹം മുഴുവൻ ഭയങ്കര ഒരു വിറയലും വേദനയൊക്കെ ആയിട്ട് വന്നു. എന്തോ ഒരു ഒരു ശക്തി വ്യാപരിക്കുന്ന ശരീരം മുഴുവൻ ഷിവർ ചെയ്യുക, വേദനിക്കുക, എന്തോ ഒരു ഭയങ്കര അവസ്ഥ ശരീരത്തിൽ ആ സമയത്ത് ഫീൽ ചെയ്തു. എന്നിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സുഖമായിക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛനോട് കാര്യമൊന്നും പറയുന്നതിന് മുന്നേ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, മോളെ നീ സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ജനങ്ങൾ തിക്കി കൂടി നിൽക്കുകയാണെന്ന് അല്ലേ? വെള്ളിയാഴ്ചയിലായിരുന്നോ? ആദ്യ വെള്ളിയാഴ്ച, കഴിഞ്ഞ മാർച്ചിൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2019 ഫെബ്രുവരിയിൽ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ കുട്ടി. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് ജനങ്ങളിങ്ങനെ തിക്കി കൂടി നിൽക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, നിന്റെ രോഗത്തിൽ നിന്ന് നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ കുട്ടികൾ വിശ്വസിച്ചു അല്ലേ? എന്നിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കൊല്ലമായി ഇതുവരെ വേദന വന്നിട്ടുമില്ല. അന്ന് അവിടെ പറഞ്ഞ അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ശരീരത്തിൽ വേദനയില്ല. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ മിക്കവാറും ദിവസം ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ പിന്നെയും വേദന എടുക്കും. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടുക ചെയ്തുകൊണ്ടിരുന്നത്. ഈ വേദനയുടെ കാലത്ത്
സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് സ്കൂളിൽ ഒരു പദ്ധതിയിൽ എത്തിച്ചേരുന്നത്. അത് പഠിച്ചെന്ന് ഇച്ചിരി കഴിയുമ്പോഴത്തേന് വീണ്ടും വേദനയാകുമ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടും. ഇതായിരുന്നു. അപ്പോൾ ഒരു കുറേ വർഷങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ അല്ലേ? LKG തൊട്ട് 10ാം ക്ലാസ് വരെ അല്ലേ? 12 വർഷം. അതാണ് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ ആ കൽക്കുരിശിനോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈശോ സുഖപ്പെടുത്തി. പിന്നെ ആ കാര്യം ഇവിടെ വന്നപ്പോൾ ഈശോ കൺഫേം ചെയ്ത് വേദന കൊണ്ട് പഠനം തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റുന്നു. പിന്നെ എനിക്ക് യൂട്യൂബിൽ കൂടെയുള്ള ഇതിനെ അഭിഷേക പ്രാർത്ഥനയ്ക്കൊന്നും വലുതായിട്ട് വിശ്വാസമില്ലായിരുന്നു. വീട്ടിലെല്ലാവരും കാണുമ്പോൾ ടെലിവിഷനിലൂടെ കമ്പ്യൂട്ടറിലൂടെ ഒക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടൊന്നും ദൈവം ഇടപെടില്ല. ദൈവം ഇടപെടണമെങ്കിൽ നേരിട്ട് ധ്യാന കേന്ദ്രത്തിൽ പോകണം, അങ്ങനെയൊക്കെ ഒരു വിചാരമായിരുന്നു കുട്ടിക്കല്ലേ? ചെറുപ്പം തൊട്ടേ വീട്ടിലൊക്കെ TV-യിലാണെങ്കിലും അഭിഷേക പ്രാർത്ഥന വെക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുന്നില്ലാണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാനൊരു സൈഡിലേക്ക് പോയിരിക്കും. ഇതിപ്പോൾ TV കൂടെ സിനിമ കാണേണ്ട TV കൂടെ ഇതൊക്കെ വരണേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഇരുന്ന് അവസാനം ചേച്ചിക്ക് നഴ്സിങ്ങിന് അഡ്മിഷൻ്റെ സമയമായി. ആദ്യത്തെ 2 അലോട്ട്മെൻ്റ് ആയപ്പോഴും ചേച്ചീൻ്റെ പേര് മാത്രമേ ഇല്ല, കൂടെയുള്ളവരെല്ലാം അഡ്മിഷൻ കിട്ടിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ചേച്ചിക്കും ഭയങ്കര സങ്കടമായിരുന്നു. അന്നേരം യൂട്യൂബിൽ അമ്മ ഇത് അഭിഷേക പ്രാർത്ഥന വെച്ചു. അന്നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഈശോയെ ചേച്ചിക്ക് ഇത് 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ചേച്ചി ആഗ്രഹിച്ച മേരിക്കുന്നിൽ തന്നെ അഡ്മിഷൻ ആവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച തന്നെ അലോട്ട്മെൻറ്റ് വന്നു. മേരിക്കുന്ന് നിർമ്മല കോളേജിൽ തന്നെ ചേച്ചിക്ക് അഡ്മിഷൻ. ഈ കുട്ടി എന്ത് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചോ ആ കാര്യത്തിൽ കർത്താവ് കടാക്ഷിച്ച് അനുഗ്രഹിച്ചു. ഉറക്കെ പറഞ്ഞ് ഇപ്പം ശരിക്കും യൂട്യൂബിലൂടെ അഭിഷേകത്തിന് കാണുന്നുണ്ടോ? ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം ശരിക്കും യൂട്യൂബിലൂടെ അഭിഷേകത്തിന് കണ്ട് ശരിക്കും പ്രാർത്ഥിക്കുന്ന കുട്ടിയായി കർത്താവ് മാറ്റി. വചനം കേൾക്കുമ്പോൾ അത് യൂട്യൂബിലൂടെ ആണെങ്കിലും ടെലിവിഷനിലൂടെ ആണെങ്കിലും ചാനലിലൂടെ ആണെങ്കിലും വചനമാണ്. അതിന് അത്ഭുത ശക്തിയുണ്ട്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവനീലും ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവനീലും ആരാധിക്കുന്നു. കഷ്ടമെറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു. കഷ്ടമെറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു. കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു, കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും വേഗം ചാടി എഴുന്നേൽക്കുക. നമുക്ക് ഈ പുതു ഞായറാഴ്ച കർത്താവ് നമുക്ക് ഒരുമിച്ച് അവിടുത്തെ ആരാധിക്കാൻ ഒരു വലിയ അവസരം തരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയാണിത്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ദൈവമക്കൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുകയാണ്. ദൈവമേ, ഈ സമയം സ്വർഗം തുറക്കണമേ. ഈ സമയം ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളുടെ മേൽ കടാക്ഷം അയക്കണമേ കർത്താവേ. എളിയവരും പാപികളുമായി ഞങ്ങൾ നിലവിളിക്കുന്ന കർത്താവേ. തകർന്നവരങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവേ. ഈ ദാസിദാസന്മാരുടെ മേൽ ഇടപെടണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഓ ഉത്ഥാനം ചെയ്തവനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ ആഹ്ലാദത്തോടെ ഒരുമിച്ച് ഉദ്ധാനം ചെയ്തവനെ എന്റെ യേശു ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, സകലരുടെ മേലും ആത്മാവിനെ വർഷിക്കുന്നവനെ, ഈ സമയമെല്ലാ ദൈവമക്കൾ വലിയ സ്നേഹത്തോടെ യേശുവിനെ ആരാധിക്കുക. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൈയടിച്ച് വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിനഭിഷേകാത്തി ഹൃദയത്തിൽ ആഴമായി പതിയാൻ കൃപ തരുകൂ. മനസ്സിൻ ഭാരം നീക്കിടേണേ, ആത്മശക്തി നൽകിടേണേ. ഉദ്ധാനത്തിൻ നൽകുന്ന ശക്തി
എന്നിൽ നിറയ്ക്കണേ. കൈകൾ ഉയർത്തി കൈയടിച്ച് ചെയ്തവനെ ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ യേശുവേ 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 ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. മഹത്വത്തിന്റെ കർത്താവേ, മഹത്വത്തിന്റെ കർത്താവേ, മഹത്വത്തിന്റെ കർത്താവേ, ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഈ സമയം എളിയ മക്കളായ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ വചനത്തിന് വേണ്ടി അവിടുന്ന് ഒരുക്കണമേ. ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ സന്തോഷം, പുതുഞായറിൻ്റെ സന്തോഷം ദൈവമേ ഈ സമയം സങ്കടങ്ങളും വേദനകളും നിമിത്തം ഗ്രസിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കരുണയോടെ നൽകണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളിലേക്കും പ്രത്യാശയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകമെമ്പാടും ഇന്ന് 2020 ഏപ്രിൽ മാസം 19-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതു ഞായറാഴ്ച വലിയ സന്തോഷത്തോടെ പുതുഞായർ കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വലിയൊരു സന്തോഷമാണ്, ഇന്ന് ദൈവ കരുണയുടെ തിരുനാളാണ്. ദൈവ കരുണയുടെ തിരുനാൾ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈ പുതു ഞായറാഴ്ച വരെ ദൈവകരുണയുടെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവകരുണയുടെ നൊവേന ചൊല്ലി ആളുകൾ ലോകമെമ്പാടും വിശ്വാസികൾ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങി ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ ഫൗസ്തീനയോടാണ് ഈശോ പ്രത്യക്ഷപ്പെട്ട് ദൈവകരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആചരിക്കണമെന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. അത് സഭ അംഗീകരിച്ചു, സഭ അത് ഏറ്റെടുത്തു. ഇന്ന് ലോകമെമ്പാടും ദൈവകരുണയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അതിശയകരമായ ദൈവകരുണയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ കരുണയുടെ രൂപത്തിലാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ 2 ചെറുപ്പക്കാരെ കാണുകയാണ്, ആബേൽ കായേൽ. 2 പേര് സഹോദരന്മാരാണ്. എന്നാൽ അവർ തമ്മിൽ പരസ്പരം യോജിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുവൻ്റെ ജയത്തിൽ മറ്റൊരുവന് സന്തോഷിക്കാൻ പറ്റിയില്ല. 2 പേരും ബലിയർപ്പിച്ചു. ഒരുവൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, മറ്റൊരുവനെ ദൈവം സ്വീകരിച്ചില്ല. പ്രതികാരമായി സഹോദരനെ അടിച്ചു കൊല്ലുകയാണ്. ആബേലിനെ കായേൻ അടിച്ചു കൊല്ലും. അപ്പോൾ ദൈവം കായനോട് സംസാരിക്കുന്ന വചനം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൽ 4-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ
അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഓക്കെ, നിന്റെ സഹോദരന് രക്തം വായ് പിളർന്ന് നിന്നെ വിഴുങ്ങും. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയും, മണ്ണ് നിനക്ക് വിളവ് നൽകുകയില്ല. ഇത് കേട്ടപ്പോൾ കായേന് സങ്കടമായി. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ കരഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പറയാണ്, കർത്താവേ, ഇത് വലിയ ഒരു വേദനയാണ് എനിക്ക്, ഞാൻ എന്തു ചെയ്യും? 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവിനോട് പറഞ്ഞു, എനിക്കിത് വഹിക്കാവുന്നതിനേക്കാൾ വലുതാണ്, എനിക്ക് പറ്റില്ല. എന്നിട്ട് അവൻ തുടർന്ന് പറയുകയാണ്, അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്നും ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഇനി ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കും. അവരെന്നെ കൊല്ലാൻ പരിശ്രമിക്കും. അത്രമാത്രം വലിയൊരു വേദനയാണ് അങ്ങ് നൽകുന്നത്. ഓക്കെ, ഞാൻ തെറ്റുകാരനാണ്. അവൻ്റെ കണ്ണുനീരോളം പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവൻ്റെ മേൽ കരുണ ചൊരിയുന്നതാണ് ഇവനെ കാണുന്നത്. ദൈവം കായനോട് പറയുകയാണ്, കർത്താവിനോട് പറഞ്ഞു, മകനെ, ഒരിക്കലും കായനെ കൊല്ലാൻ ഞാൻ അനുവദിക്കുകയില്ല. നിന്റെ മേൽ ആരെങ്കിലും കൈവച്ചാൽ അവന് കിട്ടുന്നത് 7 ഇരട്ടിയായി അവന് പ്രതിഫലം നൽകും. നിന്നെ കൊല്ലാതിരിക്കാൻ നിന്റെ നെറ്റിയിലേൽ ഇതാ ഞാനൊരു അടയാളം പതിക്കുന്നു. ദൈവം പറയാണ്, അവൻ്റെ നെറ്റിയിൽ ഒരു അടയാളം പതിച്ചു. നോക്ക്, സഹോദരനെ അടിച്ചു കൊന്ന കായേൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ ആ ക്രൂരതയും അവൻ ചെയ്ത ആ വലിയ കഠിനമായ പ്രവൃത്തി ദൈവസന്നിധിയിൽ ലഘൂകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ദൈവം കായേനെ ചേർത്ത് പിടിക്കുന്നു. അവനെ തൊടുവാൻ ആരെയും കർത്താവ് അനുവദിച്ചില്ല. അതിന് അവനെ കൊല്ലാതിരിക്കാൻ ദൈവം അവൻ്റെ നെറ്റിയിൽ ഒരു മുദ്ര പതിപ്പിച്ചു. ഇതന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം മോശയോട് സംസാരിക്കുകയാണ്. ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഇപ്രകാരമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം അതിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കരുണയുടെ ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നീ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ ഒരു മുഖമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കരുണയുടെ, അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ മുഖം. അതുകൊണ്ടല്ലേ പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ, അശുദ്ധിയിലും വഞ്ചനയിലും വിഷയാസക്തിയിലും എല്ലാം കഴിഞ്ഞുകൂടിയ ജനം, ദൈവത്തെ മറന്ന് ജീവിച്ച ജനം, ആ ജനമാണ് സോദോം ഗൊമോറയിലെ ജനം. അവരുടെ മ്ലേച്ഛ പ്രവർത്തികൾ കണ്ടിട്ട് ദൈവം അവരെ സന്ദർശിക്കാൻ ഇറങ്ങുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതന്മാർ സന്ദർശിച്ച സന്ദർശന വേളയിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റി, ഈ ജനം അശുദ്ധിയിലും മ്ലേച്ഛതയിലുമാണ്. അതുകൊണ്ട് ഈ ജനത്തെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. അത് തിരിച്ചറിഞ്ഞ അബ്രാഹം ആ ദൂതന്മാരോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട ദൈവമേ, അങ്ങ് ഈ ദേശത്തെ നശിപ്പിക്കുകയാണ്. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നീതിമാന്മാരെ പ്രതി ദൈവമേ അങ്ങ് ഈ ജനത്തോട് കരുണ കാണിക്കുവോ, ക്ഷമിക്കുവോ? ദൈവം പറഞ്ഞു, ഓക്കെ, അവിടെ 50 പേരുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കും. അപ്പോൾ അബ്രാഹത്തിന് വീണ്ടും സംശയം, അത് 40-ആയി 30-ആയി. അവസാനം അബ്രാഹം ചോദിക്കുകയാണ്, 10 പേരുണ്ടെങ്കിൽ ഈ ജനത്തോട് കരുണ കാണിക്കുവോ? അപ്പോൾ ദൈവം പറയാണ്, 10 നീതിമാന്മാരെ അവിടെ കണ്ടെങ്കിൽ ഞാൻ അവരോട് കരുണ കാണിക്കും. ഇതെല്ലാം നാം കാണുന്നത് മനുഷ്യൻ പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും ജീവിക്കുമ്പോൾ അവിടെ ഒരു പൈതലിനെ ദൈവം നീതിമാനായി കണ്ടാൽ അവിടെ ദൈവകരുണ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കിയാൽ മതി, ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും മനുഷ്യ മക്കളെക്ക് വേണ്ടി തുടിക്കുകയാണ്, അവരെ തന്നോട് ചേർത്തുപെടുത്താൻ. വീണ്ടും നമ്മൾ വചനത്തിൽ കടന്നു പോവുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളെല്ലാവരും വായിച്ച് എപ്പോഴും മനസ്സിലേക്ക് ആ 15-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വചനങ്ങൾ വരും, ആ സംഭവം വരും. അത് ഇപ്രകാരമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ. സ്വന്തം അപ്പനോട് കയർത്ത് സംസാരിക്കുകയും അപ്പൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടാൻ അവകാശം പിടിച്ചു വാങ്ങിയിട്ട് വിദൂര ദേശത്ത് പോയി പാപികളോടും മദ്യപാന്മാരോടും ഈ ലോകത്തിൽ അശുദ്ധമായി ജീവിക്കുന്നതിനോടൊപ്പം ചേർന്ന് എത്രമാത്രം അശുദ്ധിയിൽ ജീവിക്കാം അത്രയേറെ അശുദ്ധിയിൽ ജീവിച്ചിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു പന്നിക്കൂട്ടിൽ പോയി അഭയം പ്രാപിച്ച് ആ പന്നിക്കൂട്ടിൽ പന്നി കഴിക്കുന്ന തവിടിന് വേണ്ടി പിടിവലി കൂടുമ്പോൾ ആ മകൻ കാണുകയാണ് അങ്ങ് അകലെ തൻ്റെ
പിതാവിൻ്റെ ഭവനത്തിൽ ആ പിതാവിൻ്റെ ഭൃത്യന്മാർ എന്നെക്കാട്ടിലും നല്ല സുഭിക്ഷമായി ജീവിക്കുന്നു, ഞാനിതാ ഇവിടെ കഷ്ടപ്പെടുന്നു. അവൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിന് അടുക്കിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. അങ്ങകലിൽ നിന്നും തൻ്റെ മകൻ വിശന്ന് വലഞ്ഞ് ഒരു ദരിദ്രനായി കടന്നു വരുന്നത് കാണുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം അലിയുക. അവൻ എഴുന്നേറ്റു, അവനോട് ചെന്നു തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവനെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു പിതാവ്. ഇവിടെ നാം കാണുന്നത് എന്താ? ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. അവിടെ എന്താണ് തനിക്കെതിരെ തൻ്റെ മകൻ പ്രവർത്തിച്ചത് ചെയ്തതെന്ന് അപ്പൻ മകനോട് ചോദിക്കുന്നില്ല, മറിച്ച് ആ മകൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന ഒരു നല്ല പിതാവ്. ആ ഒരു പിതാവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടെത്തുന്നത്. അതാണ് നമ്മുടെ ദൈവം യേശു തമ്പുരാൻ, കരുണയുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഈ കരുണയുടെ പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനയാണ്. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറി കുറിപ്പിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. 1275 ഖണ്ഡികയിലാണ് പറയുക, ഞാൻ നീതിന്മാന്മാരോട് എന്നതിനേക്കാൾ പാപികളോട് വളരെ ഉദാരനാണ്. അവർക്കായിട്ടാണ് ഞാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ രക്തം ചിന്തപ്പെട്ടത്. അവർ എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടേണ്ട. അവർക്കാണ് എൻ്റെ കരുണ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ഉണ്ടോ? എൻ്റെ രക്തം ചിന്തിയതും ഞാൻ പീഡയേറ്റ് മരിച്ചതും കുരിശിൽ തറക്കപ്പെട്ടതും പരിഹാസപാത്രമായതും എല്ലാം പാപികൾക്ക് വേണ്ടിയാണ്. അവർക്കാണ് എൻ്റെ കരുണ. അതിനുവേണ്ടിയാണ് ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ദൈവജനത്തിന് സ്നേഹം നൽകാൻ, കരുണ പങ്കുവെക്കുവാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ, അവിടെ ഇങ്ങനെ പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ, ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും ജീവിക്കുന്നവരോട് കരുണ ചൊരിഞ്ഞ് അവരെ തനിക്ക് സ്വന്തമാക്കുവാൻ. അതുകൊണ്ട് ആ വംശീനെ പഠിപ്പിച്ചത്, നീ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം കാണുക, അത് നീ ദർശിക്കുക. കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ഇനിയും ദർശിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എത്രമാത്രം അകലെയാണ് ദൈവത്തിൽ നിന്നും. വിശുദ്ധ ഫൗസ്റ്റീന വീണ്ടും തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. 742 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നിൽ നിന്നും കരുണയുടെ പ്രവൃത്തികൾ ആവശ്യപ്പെടുന്നു. അതെന്നോടുള്ള സ്നേഹത്തിൽ നിന്നാകണം. എല്ലായ്പ്പോഴും എല്ലായിടത്തും നിന്റെ അയൽക്കാരനോടും എല്ലാം നീ കരുണ കാണിക്കുക. എല്ലാവരോടും നീ സ്നേഹത്തിൽ വർത്തിക്കണം. നിന്റെ അടുക്കൽ വരുന്നവനോടും നിന്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടും മിത്രങ്ങളോടും അയൽവക്കക്കാരോടും എല്ലാം നീ കരുണ കാണിക്കുക. ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആരെല്ലാം നമ്മളെ വേദനിപ്പിച്ചാലും അവരോട് നാം കരുണ കാണിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ആ മാർപ്പാപ്പയെ കൊല്ലുവാനായി ഒരു മനുഷ്യൻ ചെന്നു. ആ മനുഷ്യൻ മാർപ്പാപ്പയുടെ നെഞ്ചിൻ കൂടിലേക്ക് നോക്കി നിറയൊഴിച്ചു. ആശുപത്രി കിടക്കയിൽ മരണത്തിനോട് മല്ലടിച്ച മാർപ്പാപ്പ ആ മരണത്തെ കീഴടക്കി ജീവനിലേക്ക് വന്നു. ജീവൻ നേടി എന്ന് പറഞ്ഞ് രക്ഷ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു. ആശുപത്രി വിട്ടു വരുന്ന മാർപ്പാപ്പ ആദ്യം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രം ഇത്രയേ ഉള്ളൂ, ആരാണോ തൻ്റെ നേരെ നിറയൊഴിച്ചത് അവൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോവുക. ജയിലറയിൽ കടന്നു ചെന്ന് ആ മാർപ്പാപ്പ ചെയ്ത് ഇപ്രകാരം, വിശുദ്ധനായ മാർപ്പാപ്പ ചെയ്തത്, തൻ്റെ നേരെ നിറയൊഴിച്ചതിനെ കെട്ടിപ്പിടിച്ച് അവനോട് ക്ഷമിക്കുന്ന, അവനോട് കരുണ കാണിക്കുന്ന ഒരു നല്ല പിതാവിനെ നാം അവിടെ കാണും. അതുപോലെ തന്നെ സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്റർ, പിച്ചി ചീന്തിയ ഘാതകൻ ജയിലിൽ കിടക്കുമ്പോൾ സിസ്റ്ററായ സഹോദരി തൻ്റെ സഹോദരിക്ക് വേണ്ടി ആ മകനോട് കരുണ ചൊരിയുന്ന ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഘാതകനോട് പറയാണ്, എൻ്റെ സഹോദരി നീ പിച്ചി ചീന്തിയെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കരുണയെ പ്രതി നിന്നോട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും ക്ഷമിക്കുന്നു എന്ന്. ഇതിലൂടെയാണ് നാം ദൈവത്തിൻ്റെ കരുണ കണ്ടെത്തേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരുസഭ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ
വിശുദ്ധരായ വിശുദ്ധ അഗസ്റ്റീനും വിശുദ്ധ തോമസ് അക്വീനാസും പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവ മനുഷ്യ ബന്ധത്തിൽ വ്യക്തമായി കാണുന്ന ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷമാണ് അവിടുത്തെ കരുണ. ദൈവ മനുഷ്യബന്ധത്തിൽ അവിടുത്തെ കരുണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. വീണ്ടും സിയന്നായിലെ വിശുദ്ധ കാതലീൻ പറയുന്നു: ഓ കരുണയെ, നിന്നെ പറ്റിയുള്ള ചിന്തകളാൽ എൻ്റെ ഹൃദയം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എവിടേക്ക് തിരിഞ്ഞാലും ഒന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അവിടുത്തെ കരുണ. വീണ്ടും സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: കർത്താവായ യേശുവേ, ഞാൻ അങ്ങയുടെ വിരുന്നുമേശയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ്. എൻ്റെ യോഗ്യതയിൽ ആശ്രയിക്കാൻ ധൈര്യമില്ല. അങ്ങയുടെ നന്മയിലും കരുണയിലും മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭാപിതാക്കന്മാരും വിശുദ്ധരും എല്ലാം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. അതുകൊണ്ട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താം. ഓസിയ പ്രവാചന പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം: ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ എൻ്റെ സ്നേഹം ചൊരിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു നാൾ വെളിപ്പെടുത്തി. നമ്മുടെ പാപങ്ങൾ അത് പർവ്വതം പോലെ വലുതാണെങ്കിലും കർത്താവ് പറഞ്ഞു, എൻ്റെ കരുണയുടെ സമുദ്രത്തിൽ അത് ആഴ്ന്നു പോകും. നീ അത് എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക, എൻ്റെ കരുണയുടെ സമുദ്രത്തിൽ അത് ആഴ്ന്നു പോകും. ദൈവ കരുണ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവിൽ നിന്നകന്ന് ഹൃദയകാഠിന്യം, കൊടും പാപം, ഒരുപാട് നന്ദികേട്, ഒരുപാട് ദൈവനിന്ദ, ഒരുപാട് ദൈവദൂഷണം ഇതെല്ലാം ചെയ്ത് ഇന്ന് നാം കൂരിരുട്ടിലായിരിക്കും. പക്ഷേ മനസ്സ് തളരരുത്, മനസ്സ് മടുക്കണ്ട, നിരാശപ്പെടേണ്ട. ദൈവം ക്ഷണിക്കുകയാണ്. നാം ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ വേണ്ടിയുള്ള സമയം തീർന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ കരുണയിലേക്ക് വരാൻ ഇന്ന് കർത്താവ് ക്ഷണിക്കുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അട്ടപ്പാടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനും ബിനോയ് അച്ഛനും ഇവിടെയുള്ള ജോസ് അച്ഛനും മറ്റെല്ലാ അച്ഛന്മാരും ഒരുമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനും വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ വേദന ഗ്രസിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ഈ സമയം നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വഴിയും നമ്മുടെ മാതാപിതാക്കൾ വഴിയും ലോകം മുഴുവന് വഴിയും വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് ഓരോ മകനും മകളും ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജനപദങ്ങൾക്കും ഗോത്രങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ മേലും രൂപതകളുടെ മേലും കുടുംബങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും ഓരോരുത്തരുടെ മേലും കരുണയുണ്ടാകാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ സന്നിധി എളിമപ്പെടാം. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരുണ തോന്നണമേ. കർത്താവേ, ലോകത്തിന് മേൽ അത്ഭുതകരമായി കരുണ ഇപ്പോൾ വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബങ്ങളുടെ മേൽ കരുണ വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ, ഈശോയെ, കൈകൾ ഉയർത്തി യേശുവേ